ഇന്ന് നമുക്ക് വർക്ക് ചെയ്യാനുള്ള വണ്ടി വന്നിരിക്കുന്നത് തൂത്തുക്കുടിയിൽ നിന്നാണ്. ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ സ്റ്റിയറിംഗ് നിലവിൽ ജി വണ്ടിയാണ്. ജിയുടെ സ്റ്റിയറിംഗ് വന്നിട്ട് റബ്ബർ ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇതൊന്ന് മാറ്റണം. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ ഡാഷ്ബോർഡിൽ വരുന്ന സിൽവർ ലൈനിങ് വരുന്ന ആ പാനൽ മാറ്റണം. അങ്ങനെ 3 വർക്ക് വേണ്ടിയിട്ടാണ് ആ വണ്ടി ഇവിടെ മുതൽ വന്നിരിക്കുന്നത്. ബേസ് മോഡൽ വണ്ടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ വയറിംഗ് ഒക്കെ നമ്മൾ അഡീഷണൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് സെഡിൽ വരുന്ന കുട്ടി സ്റ്റിയറിംഗ് ആണ്. നമ്മളിത് കാർബൺ ഫൈബർ ആയിട്ടുള്ള ഒരു ഡിപ്പിങ് ചെയ്തേക്കുന്ന ആ ഡിസൈനുള്ള സ്റ്റിയറിംഗ് ആണ് ഇതിലേക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിയറിംഗ് വെച്ചിട്ട് കണക്ഷനെല്ലാം കൊടുത്ത് റെഡിയാക്കണം. സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. 2 സൈഡിലും വരുന്ന സ്റ്റിയറിംഗ് കൺട്രോളാണ് ഇതിലേക്ക് വേണ്ടി വെക്കുന്നത്. സ്റ്റിയറിംഗ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിട്ട് നോക്കി അത് ടെസ്റ്റായി ഓടിച്ച് നോക്കിയപ്പോൾ ഓക്കെയാണ്. നമ്മളിതിൻ്റെ എയർ ബാഗെല്ലാം അയച്ചപ്പോൾ അതിൻ്റെ എറർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്കാനർ ഉപയോഗിച്ച് എററെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഉപയോഗിക്കുന്ന ഈ സിൽവർ ലൈനിങ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് പാർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന സ്റ്റിയറിംഗ് സെഡിലൊക്കെ വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ഒതുക്കമുള്ള സ്റ്റിയറിംഗ് ആണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. 2 സൈഡിലുള്ള സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകളിൽ ലെഫ്റ്റ് സൈഡിലത്തെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ മീറ്ററൊക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോവിറ്റിയെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പ്രീ ബുക്കിംഗ് അനുസരിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ.